അടുത്തൊരു മുമ്പിൽ കാണാനായിട്ട് കഴിയുക റീത്ത ഇറങ്ങി ഓടുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് നമ്മുടെ റീത്താമ്മയാണെങ്കിൽ അധികാരത്തിന് വേണ്ടി സ്റ്റാലിൻ്റെ ഭവനത്തിലേക്ക് ഒരു വരവ് കൂടി വരികയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് തൻ്റെ സഹോദരിയും അവരുടെ മക്കളും അനുഭവിക്കേണ്ട സ്വത്തുക്കളാണെന്ന് നമ്മുടെ റീത്ത പറഞ്ഞ് പരത്തുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് എൻ്റെ സഹോദരി അനുഭവിക്കേണ്ട സ്വത്തുക്കളൊന്നും മറ്റാരും അനുഭവിക്കേണ്ടതില്ല എന്നും പറഞ്ഞു പരത്തുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് അലീനയെ പേടിച്ച് തന്നെയാണ് പറയുന്നത്. വേറൊന്നുമല്ല, അലീന എങ്ങാനും അവിടെ തുടർന്നു കഴിഞ്ഞാൽ സ്വത്തിൻ്റെ വീതം കുറയുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് സ്വത്തുക്കൾ എത്രയും പെട്ടെന്ന് തൻ്റെ സഹോദരിയുടെ പേരിലേക്ക് എഴുതി മാറ്റിക്കണം സ്റ്റാലിയെ കൊണ്ട് എന്നൊരു കടുത്ത തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ അവരുടെ കൊള്ളരായ്മയ്ക്ക് കൂട്ടൊന്നും നിൽക്കില്ല എന്നറിയാമല്ലോ. കാരണം സ്റ്റാലിയുടെ സ്വത്ത് അങ്ങനെ ആർക്കും ഫ്രീ ആയിട്ടൊന്നും പെട്ടെന്നൊന്നും കൊടുക്കുമെന്ന് തോന്നുന്നില്ല പ്രേക്ഷകരെ. അലീനയാണെങ്കിൽ സ്റ്റാലിയോട് സ്വത്തും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും തൻ്റെ ഈ മകൾക്കും ഒന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ സ്റ്റാലിൻ്റെ മനസ്സിലുണ്ട്. തൻ്റെ മക്കളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അലീനയാണെന്ന് സ്റ്റാൻലി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയോട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുകയാണ് സ്റ്റാൻലി. അതായത് മോളെ, നിനക്ക് ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നീ ഇവിടെ നിന്ന് ഓടിപ്പോവാനായിട്ട് ശ്രമിക്കുകയാണോ? സ്റ്റാലിയുടെ മകൾ, ഈ കേണലിൻ്റെ മകൾ ഇത്രയും ധൈര്യമില്ലാത്തവളാണോ? നീയാണോ അടുക്കളയിൽ പോയി പൗലോസുമായിട്ട് പട പൊരുതിയത് എന്ന് നമ്മുടെ സ്റ്റാൻലി ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ പപ്പ, ഞാൻ അടുക്കളയിൽ പട പൊരുതിയപ്പോൾ പപ്പ അത്രയും മദ്യപാനം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ റീത്താമ്മ വന്ന് പപ്പയോട് പറഞ്ഞതിന് ശേഷം പപ്പ വളരെയധികം മദ്യം കുടിക്കുകയാണ് എന്ന് പറയുന്നു അലീന. അപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, നിൻ്റെ ഒബ്സർവേഷൻ ശരിയാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുക്കാനായിട്ട് ആലോചിച്ചത് എന്ന് പറയുമ്പോൾ, എൻ്റെ മദ്യപാനം നിന്നെ എങ്ങനെയാണ് മോളെ ബാധിക്കുന്നത്? അതിന് നിനക്ക് എന്താണ് പ്രശ്നം എന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. പപ്പ, അതാണ് പപ്പ മനസ്സിലാക്കാത്തത്, പപ്പ തിരിച്ചറിയാത്തത്. ഞാൻ ഒരുപാട് വേദനിക്കുന്നുണ്ട് പപ്പയുടെ മദ്യപാനം കാരണം. പപ്പ എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? അതുതന്നെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് പപ്പ ഒരിക്കലും മദ്യപാനിക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ മദ്യപാനം കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത് കാണാം. ഈ കുടി, ആളെ നശിപ്പിക്കാനുള്ള കുടി, അത് ശരിയല്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയം അലീന പറയുന്നത്, തൻ്റെ മകൾ പറയുന്നത്, തൻ്റെ പ്രിൻസസ് പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാവുന്ന സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്. ശരി മോളെ, ഈ പപ്പ അനുസരിക്കാം, അത് ചെയ്യാം എന്ന് പറയുന്നു. എന്ന് കരുതി പപ്പയുടെ മദ്യപാനത്തെ തുടർന്ന് നീ ഓടിപ്പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ, പപ്പ മദ്യപാനത്തിൽ കൺട്രോൾ ചെയ്യാമെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പപ്പ തൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ റീത്താമ്മ വീണ്ടും സ്റ്റാലിൻ്റെ മുൻപിലേക്ക് വരാനായിട്ടൊരുങ്ങുകയാണ്. വരുന്നത് സ്റ്റാലിനോട്
എന്ത് ചെയ്യാനാണ്? സ്റ്റാലിൻ്റെ സ്വത്തുക്കളിൽ 4/3 ഭാഗവും ആർക്ക് എഴുതി വയ്ക്കാൻ? തൻ്റെ സഹോദരിയായ എൽസമ്മയ്ക്കും കൂടാതെ തന്നെയാണെങ്കിൽ അവരുടെ മക്കൾക്കും എഴുതി വയ്ക്കാനാണ് പറയുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ പറയാണ്, എൻ്റെ സ്വത്തുക്കൾ തൽക്കാലം ഞാൻ ആർക്കും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നൊന്നുമില്ല. എൻ്റെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്താമ്മയാണെങ്കിൽ നിൻ്റെ നിന്ന് സ്വത്ത് വാങ്ങിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. സ്വത്തിന് വേണ്ടി ഇപ്പോൾ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നാലും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ റീത്താമ്മേ, ഭീഷണിയൊന്നും വേണ്ട. നിങ്ങൾ എവിടെ നിന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെൻ്റെ ബംഗ്ലാവാണ്, എൻ്റെ വീടാണ്. ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാവരും. അല്ലാതെ നിങ്ങളല്ല അവർക്ക് ചെലവും നോക്കി ജീവിക്കുന്നത്. അവരുടെ ചെലവ് നോക്കുന്നത് ഞാൻ. ഈ പറഞ്ഞ എൻ്റെ മുൻപിൽ എന്നെ വിറപ്പിക്കാനെത്തിയ നിങ്ങളുടെ ചെലവും എൻ്റെ കീഴിലാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ താഴെയാണ് എന്ന് റീത്തയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ റീത്തയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം റീത്ത കാലി തുള്ളിക്കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലിൻ്റെ കഴുത്തിന് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അവിടേക്ക് അലീന വരികയാണ് പ്രേക്ഷകരെ. തൻ്റെ പപ്പയുടെ രക്ഷയ്ക്കായി അവൾ എത്തുകയാണ് എന്ന് കാണാം. അലീന വന്നിട്ട്, നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? എൻ്റെ പപ്പയെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റീത്തയെ തള്ളി മാറ്റുകയാണ്. എൻ്റെ മേത്ത് കൈവയ്ക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാടി ഉള്ളത് എന്ന് റീത്താമ്മ ചോദിക്കുമ്പോൾ, എൻ്റെ പപ്പയുടെ കീഴിൽ വെറും കൂലി തരുന്ന നിങ്ങൾ, അതായത് എൻ്റെ പപ്പയുടെ കീഴിൽ എൻ്റെ പപ്പയുടെ കാശുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ എൻ്റെ നേരെ കയർക്കാറായോ എന്ന ഒരു ഒറ്റ ചോദ്യം നമ്മുടെ റീത്ത പൊളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്വത്ത് റീത്തയ്ക്ക് വേണമെന്ന് പറയുന്നത് കേട്ടോ. കാരണം സ്റ്റാലിയുടെ ചിലവിലാണ് റീത്ത ജീവിക്കുന്നതല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റീത്തയ്ക്ക് ഈഗോ ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൂടാതെ പപ്പയെ തല്ലാനായിട്ടും കൊല്ലാനായിട്ടും ശ്രമിച്ചതിനുള്ള സ്നേഹസമ്മാനം റീത്തയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ അലീന എന്ന് കാണാനായിട്ട് സാധിക്കും. മേലിൽ തൻ്റെ പപ്പയുടെ നേർ കൈയോങ്ങരുത്, പപ്പയെ ഉപദ്രവിക്കാൻ വരരുത് എന്നൊരു പാഠവും അലീന റീത്തയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്